മിനി സ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് വേണുഗോപാലിൻ്റെ മരണവാർത്ത പുറത്തു വന്നത്. സീമാജി നായരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കീർത്തിയുടെ സിദ്ധു ആയിട്ടാണ് നമ്മൾ എല്ലാവരും സിദ്ധാർത്ഥിനെ ആദ്യം ഏറ്റെടുത്തത്. പഠിക്കുന്ന കാലത്തു തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്നു. സിനിമാ നിർമ്മാതാവും നടനുമായ അരുൺ ഘോഷ് ആണ് സിദ്ധാർത്ഥിനെ മിനി സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണയാണ് തൻ്റെ വിജയമെന്ന് സിദ്ധാർത്ഥ് പലപ്പോഴും പറയാറുണ്ട്. ദൈവനിയോഗം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ കസ്തൂരിമാൻ സീരിയലിൽ വിട്ടതെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. തനിക്ക് ഭാഗ്യം കൊണ്ടുവന്ന സീരിയലും അതുതന്നെയാണെന്നും കസ്തൂരിമാനിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിരുന്നുവെന്നും സിദ്ധാർത്ഥ് അവസാനമായി പറഞ്ഞിരുന്നു. കസ്തൂരിമാൻ്റെ കഥാപാത്രത്തിന് തൻ്റെ യഥാർത്ഥ പേരുമായി സാമ്യത വന്നത് അതിശയമായിട്ടാണ് തോന്നിയിട്ടുണ്ടെന്നും സത്യത്തിൽ യഥാർത്ഥ പേര് വിനീഷ് കുമാർ ആണെന്നും സിദ്ധാർത്ഥ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ തൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. എന്നാൽ അതൊന്നും തന്നെ ആരും സീരിയസ് ആയി എടുക്കരുത് എന്നാണ് പലപ്പോഴും സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ളത്. മോഡലിങ്ങിൻ്റെയും സീരിയലുകളുടെയും സിനിമകളുടെയും എല്ലാം ഭാഗമായിരുന്നു സിദ്ധാർത്ഥ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച ഒരാൾ കൂടിയായിരുന്നു സിദ്ധാർത്ഥ്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിൻ്റെ മരണം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ക്യാൻസർ ബാധിതനായിരുന്നു സിദ്ധാർത്ഥ് എന്ന് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ഘടകം. കാരണം അങ്ങനെയൊരു രൂപത്തിലോ ഭാവത്തിലോ ഒന്നും നമ്മൾ സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല. എന്നാൽ അവസാനമായി സിദ്ധാർത്ഥ് പങ്കുവച്ച ചിത്രങ്ങളിപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ ആ രൂപത്തിലെയും ഭാവത്തിലെയും എല്ലാം മാറ്റം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. എപ്പോഴും തെളിച്ചമുള്ള ചിരിയോടെ, എപ്പോഴും ഒരു കൃഷ്ണനെ പോലെ ഉള്ള ഒരു മുഖഭാവത്തോടെ ഇരുന്ന സിദ്ധാർത്ഥിന് എന്തു പറ്റിയെന്ന് പലപ്പോഴും ഈ ചിത്രങ്ങൾ കണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വിവാഹത്തെപ്പറ്റി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ്. പലപ്പോഴും ചേട്ടൻ സിംഗിൾ അല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. താനൊരു ക്രോണിക് ബാച്ചലർ ആണെന്നായിരുന്നു സിദ്ധാർത്ഥ് പറയുന്നത്. ആർക്കെങ്കിലും സീരിയസ് ആയി പ്രപ്പോസ് ചെയ്യാൻ ഇത്ര ആഗ്രഹമുണ്ടെങ്കിൽ പോന്നോട്ടെ എന്നാണ് സിദ്ധാർത്ഥ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്.